നമസ്കാരം. ഇറാൻ മിഡിൽ ഈസ്റ്റ് സംഘർഷം ഒരു സൈനിക ഏറ്റുമുട്ടലായി മാത്രം നിൽക്കാതെ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയഭാഗമായ ഊർജ്ജ വിപണിയെ നേരിട്ട് ബാധിക്കുന്ന പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ആ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ അടിയേറ്റത് ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതി രാജ്യമായ ഖത്തറിനാണ്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഖത്തറിലെ പ്രധാന ഗ്യാസ് പ്രോസസിംഗ് കേന്ദ്രമായ റാസ് ലാഫാൻ വ്യാവസായിക മേഖലയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ കാരണം ആ രാജ്യത്തിന്റെ LNG കയറ്റുമതി ശേഷിയുടെ ഏകദേശം 17% വരെ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആക്രമണത്തെ തുടർന്ന് ഖത്തറിന്റെ LNG കയറ്റുമതിയിൽ ഏകദേശം 17% കുറവുണ്ടായതായാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഈ പ്രതിസന്ധി സാരമായി ബാധിക്കുക. ഇതൊരു ചെറിയ സാങ്കേതിക പ്രശ്നമല്ല. 3 മുതൽ 5 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന വലിയ വിതരണ തടസ്സമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഖത്തറിൽ നിന്ന് വലിയ തോതിൽ പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്ന ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ഇന്ധന ലഭ്യതയിൽ കുറവ് നേരിടുന്നു. ഇന്ത്യയുടെ ഇന്ധന ആവശ്യങ്ങളുടെ ഗണ്യമായ പങ്ക് ഖത്തറിൽ നിന്നാണ് എത്തുന്നത്. അതിനാൽ തന്നെ രാജ്യത്തെ വളം നിർമ്മാണം, വൈദ്യുതി ഉൽപാദനം, സിറ്റി ഗ്യാസ് വിതരണം എന്നിവയിൽ വരും ദിവസങ്ങളിൽ ഇനിയും രൂക്ഷ പ്രതിസന്ധി ഉണ്ടായേക്കാം. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ വാതകത്തിന് പകരമായി ഖത്തറിനെ ആശ്രയിച്ചു തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ ആക്രമണം വലിയ തിരിച്ചടിയായി. ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ വരും മാസങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി മുന്നിൽ കാണുന്നുണ്ട്. പ്ലാന്റുകൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിച്ച് കയറ്റുമതി പുനഃസ്ഥാപിക്കാൻ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ യൂറോപ്പിലെ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ആഗോള വിപണിയിൽ LNG വിലയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിതരണ ശൃംഖലയിൽ പെട്ടെന്നുണ്ടായ തടസ്സം ചരക്ക് നീക്കത്തെയും ബാധിച്ചിട്ടുണ്ട്. കയറ്റുമതി പ്ലാന്റുകൾക്ക് നേരെയുള്ള ആക്രമണം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല എന്നും അത് ലോകമെമ്പാടുമുള്ള ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നും വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നു. സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾക്കായി ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാനിലെ ഇന്ധന കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഖത്തറിലെ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടത്. ഇതോടെ അമേരിക്ക ഇസ്രയേലിനെതിരെ തിരിഞ്ഞു. ഇനി ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയതായി ഇസ്രയേലിൽ നിന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇത് കൂടുതൽ ഗുരുതരമാണ്. രാജ്യത്തിന്റെ LNG ഇറക്കുമതിയുടെ ഏകദേശം 40 മുതൽ 45% വരെ ഖത്തറിൽ നിന്നാണ് വരുന്നത്. അതായത് ഖത്തറിലെ ഉൽപാദന തടസ്സം ഇന്ത്യയുടെ ഗ്യാസ് വിതരണത്തെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്ന് സാരം. ഇതിനകം തന്നെ നഗര ഗ്യാസ് വിതരണം, വൈദ്യുതി ഉൽപാദനം, ഫെർട്ടിലൈസർ മേഖല തുടങ്ങിയ പ്രധാന മേഖലകളിൽ കുറവ് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെ നടക്കുന്ന ഇന്ധന ഗതാഗതം തന്നെ വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കടലിടുക്ക് വഴിയാണ് ഖത്തറിലെ LNGയുടെ ഭൂരിഭാഗവും ലോകത്തേക്ക് ഒഴുകുന്നത്. അതിനാൽ യുദ്ധത്തിന്റെ ആഘാതം ഒരു രാജ്യത്തിനുള്ളിൽ മാത്രം ഒതുങ്ങാതെ ആഗോള വിതരണ ശൃംഖലയെ തന്നെ തകർക്കുന്ന തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ LNG വില കുത്തനെ ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വില കൊടുത്ത് സ്പോട്ട് മാർക്കറ്റിൽ നിന്ന് ഗ്യാസ് വാങ്ങേണ്ട സാഹചര്യം നേരിടുകയാണ്. ഇത് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിൽ നിന്നും വ്യവസായ ഉൽപാദന ചെലവ് വരെ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് വെറും ഒരു ഊർജ്ജ പ്രതിസന്ധി അല്ല, സാമ്പത്തികവും സാമൂഹികവുമായ പ്രതിസന്ധിയിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. ഇതിനകം തന്നെ ചില രാജ്യങ്ങൾ പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ മാർഗങ്ങളിലേക്കോ കൽക്കരി, ന്യൂക്ലിയർ വൈദ്യുതി പോലുള്ള പകരം മാർഗങ്ങളിലേക്കോ തിരിയാൻ ശ്രമിക്കുന്നതും കാണാം. ഈ സംഭവ വികാസങ്ങൾ ഒരു വലിയ സത്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ലോകം ഇന്നും ഊർജ്ജ സുരക്ഷയിൽ സ്വയം പര്യാപ്തമാകാത്ത അവസ്ഥയിലാണ് എന്ന്. ഒരു പ്രാദേശിക യുദ്ധം പോലും ആഗോളതലത്തിൽ എത്ര വലിയ ആഘാതം സൃഷ്ടിക്കാമെന്ന് ഈ പ്രതിസന്ധി തെളിയിക്കുകയാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. ഊർജ്ജ സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണം ഇനിയൊരു തിരഞ്ഞെടുപ്പല്ല, അനിവാര്യതയാണ്.